മലപ്പുറം താനൂരിൽ MDMA വാങ്ങാൻ പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ചൊരു യുവാവിനെ കുറിച്ചുള്ള വാർത്ത നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ ആ യുവാവിന്റെ പ്രതികരണം കേൾപ്പിച്ചിരുന്നു. യുവാവിനെ താനൂർ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ കൈകാലുകൾ കെട്ടിയിട്ടതോടെയാണ് യുവാവ് പരാക്രമം അവസാനിപ്പിച്ചത്. പൊന്നാലിയിൽ പെട്ടിക്കടക്കാരന് നേരെയും ലഹരി സംഘത്തിന്റെ അക്രമം ഉണ്ടായി. 17കാരനടക്കം 3 പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. കിട്ടാൻ കാരണം ഉപയോഗിക്കാൻ കാരണം എന്താ ഈ പൈസ ഇല്ല, പൈസ കിട്ടാനില്ല, പൈസ കിട്ടാതാകുമ്പോൾ കളവ് മോശമൊക്കെ ചെയ്യും. അതല്ല ചോദിച്ചേ ഈ MDMA സാധനം ഉപയോഗിക്കാൻ ഫസ്റ്റിൽ ആരും കൂടെ കൂടിയിട്ട് സംഭവിച്ചത് എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതെന്നുള്ള അറിയാം. ബിലാലെ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ കൂടെ തുടങ്ങിയതാണ്. അവര് കൊച്ചിയിലുള്ളതാണ്, എറണാകുളത്ത്. അവന്റെ കൂടെ തുടങ്ങിയതാണ്. പക്ഷേ അവൻ കുറച്ച് തന്നു. എന്താ പറയുക, ഞങ്ങൾ ഉപയോഗിച്ച് രണ്ടാളും കൂടെ ഒരു ലൈൻ വരച്ച് അങ്ങനെ. അപ്പം എനിക്ക് അതിലെന്തോ നല്ലൊരു എക്സൈറ്റിംഗ് മൂഡായി. പിന്നെ സ്മോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ്. ജിഷാദ് വളാഞ്ചേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ആരും ലഹരിക്ക് അടിമകളാകരുതെന്നും ആ രീതിയിലുള്ളൊരു ഉപദേശം, തൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ ഈ ചികിത്സയ്ക്ക് വിധേയനാകാൻ താൻ തയ്യാറാണെന്നും ഈ യുവാവ് പോലീസിനോട് പറയുന്നുണ്ട്. കാരണം ലഹരി വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ പേരിലാണ് യുവാവ് സ്വന്തം വീട്ടിൽ പരാക്രമം നടത്തുന്നത്. പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിലൂടെയാണ് യുവാവിനെ കീഴ്പ്പെടുത്താനൊക്കെ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ താൻ എന്നാണ് ലഹരിക്ക് അടിമയായത്, പിന്നീട് ജീവിതം കൈവിട്ടു പോകുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യുവാവ് വിശദീകരിക്കുന്നുണ്ടോ ജിഷാദ്? താനൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ലഹരിക്കടിമയായ മകൻ, അതായത് മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ പിന്നീട് പോലീസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന യുവാവാണ് ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലഹരി മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളുമായി വഴക്കിടുകയായിരുന്നു. പണം നൽകാൻ വിസമ്മതിച്ചതോടെ യുവാവ് മൺവെട്ടി കൊണ്ട് പിതാവിനെ വെട്ടാൻ ശ്രമിച്ചു ആദ്യം. പിന്നീട് അമ്മയെ വെട്ടാൻ, അതായത് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനെ ഇവര് ഉറക്കെ കരയുന്നൊരു ഇതുണ്ടായി. അതുകൊണ്ട് തന്നെ നാട്ടുകാരും യുവാക്കളും അടക്കുന്ന ആളുകൾ യുവാവിന്റെ അടുത്തേക്ക് വന്നു. യുവാവിനെ മൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തി. പിന്നീട് ഇയാളെ കാലുകളും കൈകളും ബന്ധിച്ചു. തുടർന്ന് താനൂർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ തുടർന്ന് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ഡി അഡിക്ഷൻ സെന്ററിലെ പ്രവർത്തകർ എടുത്ത, അതായത് ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ട്രോമാ കെയർ എടുത്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ യുവാവ് പറയുന്നുണ്ട് ലഹരി തന്റെ ജീവൻ നശിപ്പിച്ചെന്നും താൻ ഈ ലഹരി കാരണം നശിച്ചു പോയെന്നും ഞാൻ ട്രീറ്റ്മെന്റിന് വഴങ്ങുകയാണെന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ യുവാവ് കൊച്ചിയിൽ കാലങ്ങളായി IT കമ്പനിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ അമിത ലഹരി ഉപയോഗം കാരണം യുവാവിന്റെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി, തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം യുവാവിന് ജോലി ലഭിക്കാത്ത സ്ഥിതിയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് മാതാപിതാക്കളോട് ലഹരി വാങ്ങാൻ പൈസ ആവശ്യപ്പെടുന്നത്. ലഹരി വാങ്ങുന്നത് തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നു, പണം നൽകുന്നില്ല. അതിലാണ് ഈ ക്ഷുഭിതനായ യുവാവ് ഈ അച്ഛനെയും അമ്മയെയും പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഈ യുവാവിനെ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുന്നത്. ടോം, യെസ്, ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം മാതാപിതാക്കളെ ആക്രമിക്കുന്നു, അതും ലഹരി വാങ്ങാൻ പണം നൽകാത്തതിന്റെ വിരോധത്തിൽ പരാക്രമം കാണിക്കുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇതിനു മുൻപ് വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇതേ രീതിയിൽ പരാക്രമം കാണിച്ച് മറ്റേതെങ്കിലും കേസുകൾ, ക്രിമിനൽ കേസുകളോ മറ്റോ പ്രതിയാകപ്പെട്ട അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണോ ഈ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയ യുവാവ്? ടോം, യുവാവ് നേരത്തെ അതായത് ഒരു ലഹരി കേസിലോ അല്ലെങ്കിൽ ഒരു അടിപിടിയിലോ പെടാത്ത ഒരാളാണ്. അവിടെ നാട്ടിൽ തന്നെ നല്ല ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. തുടർന്ന് ഈ കൊച്ചിയിൽ എത്തിയ സമയത്താണ് യുവാവ് ലഹരിക്ക് അടിമപ്പെടുന്നത്. അവിടുന്നാണ് ഇയാളുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ ജോലി നഷ്ടപ്പെട്ട ശേഷം ഇയാള് നാട്ടിൽ താനൂർ, അതായത് താനൂർ സ്വദേശത്ത് തിരിച്ചെത്തിയതിനു ശേഷം ഇയാൾക്ക് ജോലി ലഭിക്കാത്ത ഒരു സ്ഥിതി, ലഹരി ഉപയോഗിക്കാൻ പണം കണ്ടെത്താൻ എന്തൊക്കെ മാർഗങ്ങളാണോ ആ മാർഗങ്ങളെല്ലാം കണ്ടെത്തുന്ന സ്ഥിതി, അച്ഛനമ്മമാരെ അതായത് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ യുവാവ് കോഴിക്കോട് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്.
പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ യുവാവിനെ കോഴിക്കോട്ടിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കേട്ടോ. യെസ് ജിഷാദ്, അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ ലഹരി സംഘങ്ങൾ ഒരു പെട്ടിക്കട ആക്രമിക്കുന്നു, പെട്ടിക്കട ഉടമയെ ആക്രമിച്ചെന്നൊരു വാർത്ത കൂടി ഉണ്ടല്ലോ. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 17 വയസ്സുകാരനുമുണ്ട്, അതായത് പ്രായപൂർത്തിയാകാത്തൊരു യുവാവുമുണ്ട്. അത് എപ്പോഴായിരുന്നു സംഭവം? ടോം, ഇത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തത് ചോദ്യം ചെയ്ത മധ്യവയസ്കനായ ആളെ അക്രമി സംഘം പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിലാണ് 17കാരനടക്കം 3 പേരെ പൊന്നാനി പോലീസ് പിടികൂടിയിരിക്കുന്നത്. പൊന്നാനി കർമ്മ റോഡിൽ താമസിക്കുന്ന 24 വയസ്സുള്ള നവനീത്, അതുപോലെ തന്നെ കുണ്ടുകടവിൽ താമസിക്കുന്ന അൻസാർ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ക്യാഷ് ചോദിച്ച കടയുടമയെ കത്തി വീശുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയായിരുന്നു. ഇവർ കട തല്ലി തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ സംഭവങ്ങൾ ചെന്നെത്തി. തുടർന്ന് ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ കടയുടമയും പൊന്നാനി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ 3 പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇതിൽ 17 വയസ്സുകാരനും ഇതിൽ ഉൾപ്പെടുന്നു. മദ്യമയക്കുമരുന്ന് ലഹരി ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് പോലീസ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിടിയിലായ നവനീത് ഏതാനും മാസങ്ങൾ മുമ്പ് എറണാകുളത്ത് MDMA-യുമായി പിടിയിലായിരുന്നു. നവനീതിന്റെ സഹോദരനാണ് വിനായകൻ എന്നവർ. പൊന്നാനിയിൽ നിരവധി കേസുകൾ പ്രതിയാണെന്നും ഇവർ പറയുന്നു. പ്രതിയിലായ പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യെസ്, വ്യക്തമാണ്. ജിഷാദ് വളാഞ്ചേരിയാണ് തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരൂരിൽ ലഹരിക്കടിമയായ യുവാവാണ് വീട്ടിൽ പരാക്രമം കാണിച്ചത്. ലഹരി വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിൽ മാതാപിതാക്കളെ ആക്രമിക്കുന്നു. പിന്നീട് പോലീസ് എത്തി കീഴ്പ്പെടുത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ വലിയ രീതിയിൽ അപകടകരമായ സാഹചര്യം നമ്മുടെ പല നാട്ടിലുമുണ്ട്.